ഇട്ട് കൊടുക്കും. കൊള്ളി എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വായോട്ടാ. അപ്പൊ നോക്കി നമ്മുടെ മുളക് നല്ല ഡാർക്ക് പച്ച. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുളകിന്. നമ്മുടെ തക്കാളി അതാ ഷായത്തിന് കളക്കണേന്റെ ഇടയിൽ എന്നിട്ട് തക്കാളി എന്ത് രസം കാണാൻ. നല്ല മധുരണ്ട് അല്ലേ? നല്ല രസം. നമ്മള് സാധാരണ ഒന്നും പൊട്ടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വന്നതിന് ശേഷം തിന്നാറുണ്ട്. ഷായിട്ട് നേരിട്ടിതാ നമ്മുടെ തക്കാളിട്ടാ. ഈ തക്കാളിയുടെ കാലാവധി കഴിഞ്ഞു തുടങ്ങി. ഇതിപ്പോ നമ്മള് കിളികളൊക്കെ തിന്നാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഇതിട്ടാ കാരണം ഇതേപോലെ പഴുത്തിട്ടായിരുന്നു നമുക്ക് കിട്ടുന്നത് കേട്ടാ. അപ്പൊ ഈ ഒരു തക്കാളി കഴിപ്പിക്കുന്നത് ഇപ്പുറത്ത് ഈ ഒരു തക്കാളി ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യത്തിന് ഓടി വരുമ്പോ എന്തായാലും പൊട്ടിക്കാൻ കിട്ടാറുണ്ട്. ഇതുമെന്നായാലും നമ്മള് എത്ര വട്ടം പൊട്ടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ തക്കാളികള് ഭയങ്കര ഹൈറ്റ് പോയിട്ട് ഈ തക്കാളി ഇതിപ്പോ കാലാവധി കഴിക്കാനും ചിലപ്പോ ഒരു പക്ഷേ തലത്തിലേക്ക് നല്ല ഇതായിട്ട് നിൽക്കണ കാരണം ചിലപ്പോൾ വീണ്ടുണ്ടായിക്കൊണ്ടിരിക്കുക. തക്കാളി നമ്മൾ പൊട്ടിച്ചെടുക്കും. നമ്മള് തക്കാളി കൊണ്ടുള്ള കറിയായിട്ട് വെക്കണേ. തക്കാളി കറി പിന്നെ അത് നമ്മുടെ നിത്യവഴുതിനൊക്കെ എന്നും പൊട്ടിക്കേണ്ട പോലെയാട്ടാ. മൂത്തേന് ഒന്നിനും പറ്റില്ലല്ലോ കറി വെക്കാനായിട്ട്. അപ്പൊ അത് കാരണം നിത്യവഴുതിനെ എന്നും വന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നോക്കിയ നിത്യവഴുതിനെ കണ്ട ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം കേട്ടാ. ഞാൻ ഒന്നും പറഞ്ഞു നിത്യവഴുതിക്ക് കേടുകളൊന്നും അങ്ങനെ വീട്ടില് കണ്ടിട്ടില്ല. ഇതുവരെ എത്തിയിട്ടില്ല ഏട്ടാ നമുക്ക്. അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കീടങ്ങളുടെ ശല്യമൊന്നും വരില്ലാന്ന് തോന്നുന്നു നിത്യവഴുതിന്. അപ്പൊ നോക്കിയ നിത്യവഴുതിനെ കണ്ട ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം കേട്ടാ. ഞാൻ ഒന്നും പറഞ്ഞു നിത്യവഴുതിക്ക് കേടുകളൊന്നും അങ്ങനെ വീട്ടില് കണ്ടിട്ടില്ല. ഇതുവരെ എത്തിയിട്ടില്ല ഏട്ടാ നമുക്ക്. അത്രയ്ക്ക് അങ്ങോട്ട് വലിയ കീടങ്ങളുടെ ശല്യമൊന്നും വരില്ലാന്ന് തോന്നുന്നു നിത്യവഴുതിന്. ഇതേ ഭയങ്കര ടേസ്റ്റ് കറി വെച്ച് കഴിക്കുമ്പോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ നിത്യവഴുതിനിയുടെ പൂവ്. ഈ പൂവ് വിരിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വൈലറ്റ് കളറ് കോളാമ്പി പോലെ ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ വൈകിട്ട് വീഡിയോയിൽ പിടിച്ചിട്ട് കാട്ടിത്തരുന്നു അതിന്റെ പൂവിന്റെ ഭംഗി. പിന്നെ എല്ലാവരും പൊട്ടിച്ചെടുക്കട്ടെ. ഓക്കെ, ഇത്രയും നമുക്ക് പൊട്ടിച്ചെടുത്തുട്ടാ. ഇതൊക്കെ ചതുരപ്പയർ പൊട്ടിക്കാനുണ്ട്. ചതുരപ്പയർ നന്നായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേ ഞാൻ മുന്നേ വരുമ്പോ ഒരു തരം മുളക് കാട്ടിയാന്നില്ലേ. ഇത് നോക്കിയേ, ഇത് പച്ചിമുളക് കേട്ടാ. ഇനിയും ഉണ്ടാവട്ടത്. പിന്നെ ഇതൊക്കെ പച്ചിമുളകാണ്. 20 കടയുണ്ട് കേട്ടോ പച്ചിമുളകിന്റെ. പിന്നെ ഇത് കിട്ടിയ പച്ചിമുളകിനെ കുറച്ചുകൂടെ വലുതായി വലുതായി കഴിഞ്ഞാൽ നമുക്ക് പച്ചിമുളക് പൊട്ടിക്കാം. പിന്നെ നോക്കി നമ്മുടെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ക്യാപ്സിക്കം. ഇതൊക്കെ ക്യാപ്സിക്കത്തിന്റെ തൈകളാണ് കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടായിട്ടുണ്ട്. 2-3 ചെടിയും ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ ക്യാപ്സിക്ക തൈകളാണ്. പിന്നെ അത് വേറൊരു തരം മുളകാണ്. അത് ഉണ്ടായിട്ടില്ല. ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ കാട്ടി തരാം അത് ഏത് തരം മുളകാന്നുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ചതുരപ്പയർ പൊട്ടിക്കാൻ നമുക്ക് നോക്കി നമ്മുടെ ചതുരപ്പയർ
ചതുരപ്പയർ നിത്യവൈദ്യനങ്ങൾക്ക് നമ്മളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ടുണ്ടാക്കി കാട്ടില്. ഞാൻ തുടക്കം ചതുരപ്പയറ് എന്താ പറയാ, എനിക്ക് അത്ര വിചാരിച്ച പോലെ ഒരു വിളവ് ഉണ്ടാവാത്ത പോലെ തോന്നിയിരുന്നു. പിന്നെ നമ്മളൊന്ന് പൊട്ടിച്ച് വരുന്തോറും ഇത് നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക ചെയ്യണേ, പൊട്ടിക്കും തോറും. ഇത് പൊട്ടിച്ചെടുക്കട്ടെ. കുറെ പൊട്ടിച്ചുട്ടാ കണ്ട. ഇനി ഇതൊക്കെ ഉണ്ടല്ലോ, 2 ദിവസം എനിക്ക് നിറച്ചുണ്ടായി നിൽക്കണ പോലെ ഒരു വലുതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നിറയണ പോലെ തോന്നും ഇങ്ങനെ. അപ്പൊ നോക്കി ഇത്രയാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി എന്നിട്ടാണെങ്കിലേ അനിയന്റെ അവിടേക്ക് ജോലിക്ക് വരുന്ന ഒരു കുട്ടിക്ക് കൊള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് കൊള്ളി തരുമെന്ന്. അപ്പൊ ഞാൻ തരാന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു കൊള്ളി കൂടി പറിച്ചിട്ട് പോകാം നമുക്ക്. ഇതോടെ ഇരിക്കട്ടെ. പൊട്ടിയിരുന്നുണ്ട്, 2 പൊട്ടിയിരുന്നുണ്ട്. ഈ എല്ലാ വട്ടത്തെ പോലെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പില്ല കേട്ടോ. അത് കാരണം എനിക്ക് പറിക്കാൻ കിട്ടിയത്. അല്ല, ഞാൻ എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടു ഒന്ന് മണ്ണ് മാന്താനായിട്ട്. പക്ഷെ കൊള്ളിക്ക് മണ്ണുണ്ട് കണ്ട, നീളം കുറവ്, പക്ഷെ തടിയുണ്ട്. കൈ പിടിക്കുമ്പോ വേണ്ട. ഇനി നമുക്ക് പൊട്ടിച്ച പച്ചക്കറി എടുത്ത് നമുക്ക് പോവാം. കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും എനിക്കിത്, പുറം പിടിക്കണല്ലോ. പിന്നെ ഇന്ന് ചെന്ന വഴിക്ക് നേരെ നമ്മളിന്ന് കറി വയ്ക്കാൻ നിൽക്കണല്ല, കുറച്ച് ഭാഗം വൃത്തിയാക്കാനുണ്ട്. നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് കുറെ കാശ് പുറത്തേക്ക് ഇട്ടിട്ടേ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കറി വെക്കുള്ളൂട്ടാ. നമ്മളേ ഒരു കൊള്ളിക്കറി കൂടി പറിച്ചെടുത്തു കേട്ടാ. അതായത് പുഴുങ്ങണ്ടൊക്കെ ഒരു പാകത്തിന് നല്ല രസമാണ് ഇങ്ങനെ കനം കുറവുള്ള കൊള്ളി പുഴുങ്ങുമ്പോഴേ. അപ്പൊ ഒരു എന്താ പറയാ കൂടി പറിച്ചു ഞാന്. പിന്നെതാ അപ്പൊ ഇന്ന് നോക്കിയാൽ നമുക്ക് കേട്ടോ, ഇത്രയും പച്ചക്കറികളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. 3 തരം, നമ്മുടെ തക്കാളി, ചതുരപ്പയറും, നമ്മുടെ നിത്യവഴുതനയും. കൊള്ളി പിന്നെ എനിക്ക് കൊടുക്കാനുള്ളതാ. ഇതിനും ആ കുട്ടിക്ക് കൊടുത്തു വിടാന്ന് വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളെ കൊണ്ട് തന്നെ പറ്റില്ലല്ലോ. നമ്മൾ ഈ പൊട്ടിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ നമ്മളെ എല്ലാട്ട് കഴിക്കുന്നേ. നമ്മൾ ആവശ്യക്കാരെ കൈകളിൽ എത്തുന്നുണ്ട്. അത് ക്യാമറയിൽ ഇപ്പൊ അവരെ എപ്പോഴും കാണിക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ, കൊടുക്കുന്ന സാധനം. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആരും കാണിക്കാത്തത് വീഡിയോ എടുക്കാം. ഇപ്പൊ ആ കുട്ടിക്ക് കൊടുക്കുമ്പോ വീഡിയോയിൽ കാണിക്കും, കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കും. അതല്ലെങ്കിൽ കൊടുത്തു വിടും. അപ്പൊ ഇതാ കൊള്ളി ഞാനൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊണ്ടുപോട്ടെ, എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ.
നമുക്ക് വീട്ടിൽ പോവാം. ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ് കേട്ടാ. പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ വീട്ടില് വാളരിപ്പയർ ഉണ്ടായി തുടങ്ങിയിട്ട് കേട്ടാ. ഇതാണ് വാളരിപ്പയർ. പിന്നെ നോക്കിയേ, ഇത് നമ്മുടെ തെങ്ങിന്റെ പട്ട കിടക്കണ്ടായിരുന്നു, അത് നമുക്കൂടെ അങ്ങനെ പടർന്ന് മുകളിലേക്ക് പോയപ്പോ ഇപ്പൊ മുകളിലുണ്ടാവണത്. തെങ്ങിന് പൊട്ടിച്ചെടുക്കാൻ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കണേ. ചോട്ടേക്ക് എടുത്ത് നോക്കി നോക്കണം പൊട്ടിക്കാനായിട്ട് ഒരു ദിവസം. മൂക്കടേക്കാൾ ഒന്ന് പൊട്ടിക്കും വേണേ. ഏറ്റവും മുകളിൽ നന്നായി പൂവിടണേ. പിന്നെ ഇപ്പൊ വാളരിപ്പയറിന്റെ അടുത്തേക്ക് വന്നപ്പോഴായിട്ട് ഞാൻ ഒരാളെ കൂടി കണ്ടു. നമ്മുടെ പൈനാപ്പിൾ ഇതാ ഒരാൾ ഇവിടെ പഴുത്ത്. ഞാൻ 2 ദിവസം മുന്നേ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതാ പഴുത്ത്. എന്താ ആളിങ്ങനെ തിരിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതിയില്ലേ ഇങ്ങനെ. അപ്പൊ ഒന്നും കൂടി നല്ല മധുരം ഉണ്ടാവും. ഞാൻ ഇനി പൊട്ടിക്കണില്ല, നിൽക്കട്ടെ. എന്നുവെച്ചാ ഒടിഞ്ഞിട്ടില്ല, ആള് വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അപ്പൊ നോക്കിയാ നമുക്ക് പൈനാപ്പിൾ ഉണ്ടാവുക നമ്മുടെ അവിടെ. എന്നോട് പൈനാപ്പിൾ ഉണ്ടാവണ കാര്യം പറഞ്ഞപ്പോ ചോദിച്ചു, കടയിൽ നോക്കി മേടിക്കുന്ന അത്രയും വലുപ്പത്തിലൊക്കെ ഉണ്ടാവുമെന്ന്. അതേപോലെ നല്ല വലുപ്പത്തിലും അതിനേക്കാളും ടേസ്റ്റിലും ചേട്ടാ നമ്മളെ ഉണ്ടാവണ പൈനാപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചെറുതുണ്ട്. പിന്നെ ഇതാ ഒരെണ്ണൂടി ഇതേപോലെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരെണ്ണൂടി ഞാൻ കാട്ടി തരാം കേട്ടാ. ഇതേ കണ്ടാ. അപ്പൊ ഒരു വലിപ്പ കുറവും വരില്ല. ഇപ്പൊ ഞാനിവിടുത്തെ പഴുത്തത് കാട്ടി തരുമ്പോ നോക്കി അറിയാലോ എന്തെങ്കിലും ഒരു വലിപ്പ കുറവുണ്ടാ. നല്ല വലിപ്പില്ലേ നോക്കിയേ. ഇത്രയും വലിപ്പം പോലെ എന്റെ കൈക്കോളൊക്കെ നല്ല സാധാരണ പൈനാപ്പിൾ പോലെയാണ്, നല്ല വലിപ്പത്തില്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് ഒരു പണിയെടുക്കാണ്ടുണ്ടായി കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പൈനാപ്പിളാണ് ഞാൻ നോക്കിയിട്ട്. കാരണം നമ്മളിപ്പോ ഈ പൈനാപ്പിൾ ഞാൻ പൊട്ടിച്ചെടുത്താലും ഇതിന്റെ കട ഞാൻ കളയാറേ ഇല്ല. അതുപോലെ പൊട്ടിച്ചെടുത്ത് വരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ടേ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു പൈനാപ്പിളിന്റെ ആയാലും കണ്ട പുതിയൊരു ഇലകള് ഈ ഇളയമൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടാറുണ്ട്. അത് കാരണം ഒന്നും കളയില്ല, പൊട്ടിച്ചെടുത്ത് വരാൻ മാത്രമേ ചെയ്യുള്ളൂ. അവര് വീണ്ടും അവിടെ വേറെ പൊട്ടിച്ചെടുത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കില്ല. ഇതൊക്കെ എത്രയോ കൊല്ലം മുന്നേ വെച്ചതാ. നമുക്ക് എല്ലാ വർഷം പൊട്ടിക്കാൻ കിട്ടുട്ടാ. അപ്പൊ അത് ഞാൻ പൈനാപ്പിൾ ഒന്നും കൂടി നല്ല കളർ വെച്ച നമ്മുടെ വീഡിയോയിലേക്ക് കാണിച്ചിട്ടുണ്ട്. നല്ല കളറാകുമ്പോഴേ വായിൽ വെക്കുമ്പോ തന്നെ പഞ്ചസാര പോലെ അത്ര മധുരാ. അത് ഞാൻ ഇന്നു കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വരെ കുറച്ച് ചവറുണ്ട്, അത് ചീരയുടെ കടക്കിലേക്ക് ഇടുന്നു. നമ്മുടെ കയ്പ്പിക്ക. അപ്പൊ നമ്മളെപ്പോഴും പറയണ പോലെ നമ്മുടെ ചീരയുടെ കടക്കിലാണ് ഇന്നത്തെ അടിച്ചു വരുന്ന ചവറ് ഇടുന്നത് കേട്ടാ. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ പച്ചക്കറികളുടെ കടക്കിലേക്ക് നമ്മളിങ്ങനെ അടിച്ചു വരുന്ന ചവറുകൾ ഇടും, അത് അവിടെ കിടന്ന് കമ്പോസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഇന്ന് ഇതാ അവിടെയൊക്കെ ചീരയുടെ കടക്കിലേക്ക് ഇട്ടുണ്ട്. അതേപോലെ ഓരോ ദിവസം അടിച്ചു വരുന്നത് ഇങ്ങനെ കൊണ്ടിടും. ചവറ് ഇട്ട പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടാ. കള പുല്ലുണ്ടല്ലോ അത് അധികം അങ്ങോട്ട് വരില്ല, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മള് ഇപ്പൊ ചവറൊക്കെ ഇട്ട് അതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കുമ്പോ അങ്ങനത്തെ വരും. വെറുതെ ചവറ് മാത്രം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കളപ്പുല്ലിന്റെ ശല്യം നന്നായി കുറവുണ്ട്. ഇനിയിപ്പോ എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരക്ക് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പച്ചച്ചാണ് കലക്കി ഒഴിക്കലാണ്. അപ്പൊ അത് കുറച്ച് ചെയ്ത് കാട്ടിത്തരാം. പിന്നെ നോക്കിയേ, ഞാൻ മുന്നേ കാട്ടി തന്നത് വാളരിപ്പയർ. അതിന്റെ ഒരു ഗണത്തിൽ പെട്ടിട്ടുള്ള ഒരാളാട്ടെ ജാക്ക് ബീൻസ്. കണ്ട ഇതിന്റെ താഴേക്കായിട്ടുണ്ടായി നിക്കണ കണ്ട. ഇതുമൊക്കെ പൊട്ടിച്ചതിന് കണക്കില്ല കേട്ടോ, അത്രയും പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് ചാണകം എടുക്കട്ടെ. അപ്പൊ ഇതാ പച്ചച്ചാണകം നമ്മളിപ്പോ എടുത്ത് വെച്ചിട്ട് ഒരു ടെമ്പ് ഇറക്കിയതാട്ടാ. നമ്മുടെ അവിടുത്തെ പറമ്പിൽ കുറച്ചിട്ടു, ഇവിടുത്തെ പറമ്പില് കുറച്ചിട്ടു. 2 പറമ്പിലേക്ക് ആവശ്യമില്ലോ. ഇത്രയും മതി.
നമ്മള് ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. നമ്മൾ നന്നായി നനച്ചു കൊടുക്കുക ചേട്ടാ. ഞാൻ മോട്ടർ എടുക്കട്ടെ. അല്ല, ഇതേപോലെ നമ്മൾ ചാണത്തിലേക്ക് വിട്ടു കൊടുക്കും വെള്ളം. അപ്പൊ അത് എല്ലായിടത്തേക്കും അങ്ങോട്ട് ഒഴുകി എത്തുള്ളൂ. ഇത്രയും ചെയ്താൽ മതിട്ടാ. ഞാൻ മോട്ടർ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ളത് പറയാം, അല്ലെങ്കിൽ ഇവിടെ വെള്ളം കൂടും. ഇവിടെ നമ്മളെ 2 കട പയർ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. വരുമ്പോ പയറ് അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട് കേട്ടാ. എന്താ പക്ഷെ എന്താ കാര്യം എന്നറിയോ, നമുക്ക് കിട്ടുന്നില്ല. ഇതാ കടിച്ചു മുറിച്ചിട്ട് പോണണ്ടാ, വെറുതെ ചള്ളു പയറ് കടിച്ചു മുറിച്ചിട്ടുണ്ട് അവര്. നമ്മുടെ അണ്ണന്മാരിട്ടാ, തത്തകളെല്ലാം തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ചീര ഉണ്ടാ, ചീര ശരിക്ക് ചാണത്തിൽ നിന്നാൽ തന്നെ നല്ല വളർച്ചയായിട്ടാ. പച്ചച്ചാണ കേട്ടാ ചീരക്ക് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നന്നായിട്ട് ചാണം ഇട്ട് കൊടുക്കാറുണ്ട് ചീരക്ക്. ഗോമൂത്രമാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഗോമൂത്രം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടില്ലല്ലോ. അപ്പൊ പച്ചച്ചാണായിട്ട് എപ്പോഴും ചെയ്യാൻ നല്ലത്. നമുക്ക് നന്നായിട്ട് ചീര വളർച്ച ഉണ്ടാവാറുണ്ട്. പിന്നെ അത് മാത്രല്ല, അത്യാവശ്യം വെയിലും വേണം കേട്ടോ ചീരക്ക്. എങ്കിലാണ് ആ ഇലക്കൊക്കെ ഇത്തിരി കൂടി ഭംഗിയും വളർച്ചയ്ക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയ്ക്കുള്ളൂ. ഇനിയിപ്പോ എനിക്ക് അവിടെ കുറച്ച് ഭാഗങ്ങൾ വൃത്തിയാക്കാനുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് പോവാം. എൻ്റെ ഒരു വലിയ പണി എന്ന് പറയുന്നത് ഈ കാണുന്നത് തന്നെയാട്ടാ. കാരണം നമ്മുടെ വീട് പണി ഏതാണ്ട് ഒരു 95% കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുവിധം എല്ലാവരുടെയും പണികൾ കഴിഞ്ഞു. പെയിന്റിങ്ങുകാരന് മാത്രമാണ് കുറച്ച് പണിയായിട്ട് കിടക്കുന്നുള്ളൂ. അത് നമ്മുടെ പുറത്ത് ഉള്ള നമ്മുടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് കേട്ടോ. ബാക്കി എല്ലാവരുടെ പണിയും കഴിഞ്ഞു പോയി. അപ്പൊ എന്തിട്ടാണെങ്കിൽ അവരുടെ കുറെ സാധനങ്ങൾ നമ്മോട് എടുത്തു വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലും ആവശ്യം വരാം. പിന്നെ കുറെ കളയാനുള്ളതുണ്ട്. അപ്പൊ ഇരുമ്പും പ്ലാസ്റ്റിക്കും ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി വേർതിരിക്കാനുണ്ട്. അപ്പൊ ഇന്ന് അതുമ്പോ കുറച്ചു നേരം നിൽക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ആരെങ്കിലൊക്കെ പണിക്ക് നിർത്തണോ എന്ന്. പിന്നെ എനിക്ക് തോന്നി ആര് നിർത്തിയിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ഒപ്പം നിന്നാൽ മാത്രമാണ് നമുക്കെല്ലാം അറിയുള്ളൂ ഏതൊക്കെയാണ് ഉപയോഗം ഉള്ളത്, ഏതൊക്കെയാണ് ഉപയോഗം ഇല്ലാത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ നിൽക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ യുദ്ധം ഇവരെടുത്താവാന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ അങ്ങനെ പണിയൊക്കെ എപ്പൊ കഴിയുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഭാഗം ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടെ എണീക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ പണിക്ക് നിന്നിട്ടുള്ളത്. എന്നിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള കറികളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് കേട്ടാ. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് ഒരു പകുതിയോളം പണികളൊക്കെ എൻ്റെ ഏതാണ്ട് കഴിഞ്ഞ പോലെ ആയിട്ടുണ്ട് കേട്ടാ. എന്തായാലും വിചാരിച്ചപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അയ്യോ, ഇതിന്റെ ഇടയിലാണ് പെട്ടെന്ന് എൻ്റെ മേലേക്ക് തവളയാണ് കയറി വന്നത് കേട്ടാ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ പണിയുമ്പോൾ നമുക്കറിയാലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ജന്തുക്കൾ കൂടുതലുള്ള കാരണം അങ്ങനെ ആരെങ്കിലും വന്നിരിക്കുന്ന പേടിയുണ്ടായിരുന്നു. ആ സമയത്തൊരു ഒരു തവള പെട്ടെന്ന് എന്താ പറയാ എനിക്കറിയില്ല, പെട്ടെന്ന് ആ ഉടുപ്പിൽ ഇരിക്കുന്നതിനായിട്ട് പെട്ടെന്ന് ചാടി വന്നത്. അങ്ങനെ പേടി പേടിച്ചു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടാ. അങ്ങനെ പണികളൊക്കെ ഏതാണ്ട് ഒതുങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു എന്റെ. അങ്ങനെ ഒരു 3 മണിക്കൂറിന്റെ ഒരു അധ്വാനം കൊണ്ട് നോക്കിയാൽ ഈ ഭാഗം ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് മാത്രല്ല ഞാൻ ഇത് ഒതുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ്റെ ആൻ്റേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടനോട് ഞാൻ പറയാ നമ്മുടെ ഏത് ആവശ്യത്തിനും പുറത്തേക്ക് യാത്ര പോകാനായാലും ആ ചേട്ടൻ്റെ ഓട്ടെ വിളിക്കുക. അതേപോലെ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വേസ്റ്റുകളൊക്കെ കൊടുക്കേണ്ടി വരികയാണെങ്കിലും ആ ചേട്ടനോട് പറയും. അപ്പൊ അങ്ങനെ പേപ്പറും അതുപോലെ കുറച്ച് കമ്പിയിടി അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കൊടുത്തയക്കാനുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് അപ്പൊ തന്നെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാന്ന് വിചാരിച്ചു കേട്ടാ.
പിന്നെ ഇത് നമ്മളുണ്ടല്ലോ നല്ലൊരു തക്കാളി കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നാളികേരം പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഒരു നാളികേരം കൂടി പൊളിച്ചെടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. ചായയേട്ടൻ്റെ നോക്കിയേ 2 ദിവസമായിട്ടുള്ള പണിയായിട്ടാ. 2 ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു കിട്ടുന്ന സമയങ്ങളിൽ വന്നിട്ട് നോക്കിയാൽ നമ്മുടെ മണ്ണൊക്കെ ഇത് നന്നായിട്ട് കുത്തിളക്കി വെക്കുകയാണ്. അതായത് നമ്മുടെ അടിമണ്ണ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇതാ ആകെ കൊത്തിളക്കിയിട്ടുള്ളതാട്ടാ. ചേട്ടൻ കളിക്കുന്നുണ്ട്. നമ്മുടെ പിക്കാസ് കൊണ്ടാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ കുത്തി കുത്തി മണ്ണിനെ എന്താ പറയാ അടിമണ്ണ് മുകളിലേക്ക് വരും. അപ്പൊ പിന്നെ വല്ല നഷ്ടം കൊടുക്കുമ്പോഴില്ലേ നല്ല വളർച്ച വരിക. ചേട്ടൻ ഈ കൊള്ളി പറിച്ചൂലേ? നോക്കിയേ ഈ കൊള്ളിയില്ലേ ഒരു കയറ്റേക്ക് കുത്തി കൊടുത്തതാ, അതല്ലേ ഒരു വടി കുത്തി കൊടുത്തതാ. നോക്കിയേ ആ താറിയുടെ വണ്ണം നോക്ക്, അതിനുണ്ടായിട്ടുള്ള കൊള്ളികളാട്ടത്. അതായത് നമ്മളിവിടെ ഒരു കയറ്റേക്ക് വെറുതെ കുത്തി കൊടുത്ത് വടിവാരി കുത്തി കൊടുത്തതാണ്. ഒറ്റ കൊല്ലം കൊണ്ടുണ്ടായത് എന്തായാലും കൊള്ളിയല്ലേ. പക്ഷെ എനിക്ക് ആ കറി കണ്ടപ്പോ തോന്നിയിരുന്നു ചേട്ടാ അത്യാവശ്യം കൊള്ളി ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ആയിട്ട് നല്ല അധ്വാനമുള്ള പണിയിലാട്ടാ. പക്ഷെ ഈ അധ്വാനത്തിന്റെ എന്താണ് നമ്മൾ ഈ നട്ടുകൊടുക്കുമ്പോ നോക്കിയോളൂ ഇവിടെ അതിനുള്ള വളർച്ച വരും. പാചകത്തിലേക്ക് പോണേക്കാളും മുന്നേ നമുക്ക് ഹായ് പറയാനുണ്ട് കേട്ടാ. സൈറ, ഹായ് സൈറ. സൈൻ മിഹ, ഹായ് സൈൻ മിഹ. ജാൻസി ജെയ്സൺ, ഹായ് ജാൻസി. ബിന്ദു ജോസിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ നവംബർ 14-ാം തീയതി. കുറച്ച് വൈകിയാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ ബിന്ദു ജോസ്. ശ്രീലക്ഷ്മിയുടെ മകൾ അതായത് ചിന്നു എന്ന് വിളിക്കുന്ന ശിവാനിയുടെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന നവംബർ 20-ാം തീയതി. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ശിവാനിക്കുട്ടി. ആമി മാത്യുവിന്റെ ബർത്ത്ഡേ ആണ് നവംബർ 18-ാം തീയതി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആമി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ, ഇന്ന് ഞാനുണ്ടല്ലോ തക്കാളി കറി ആയിട്ടാ വെക്കുന്നത്. അപ്പൊ നമ്മൾ പൊട്ടിച്ചു കൊടുന്ന തക്കാളിന് ഇതാ 2 തക്കാളി, അധികം പഴുക്കാത്ത 2 തക്കാളിയാണ് നമ്മൾ കലം കുറച്ച് നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു സവാള കലം കുറച്ച് നോക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിതാ തീ കത്തിക്കാം കേട്ടാ. നമ്മളിതാ ഒരു ചട്ടി തീ കത്തിച്ച് അടുപ്പമ്മ കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമുക്കൊരു 2 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ. ചട്ടി നല്ല ചൂടുള്ള കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചൂടാവും. അപ്പൊ ഞാനിത് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ സവോള ഉണ്ടല്ലോ അത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റെടുക്കണം സവോള. സവോള നോക്കിയതാ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുള്ളൂ കേട്ടാ. അപ്പൊ നമ്മളിതാ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നോക്കിയ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഇതാ അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനതൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടുണ്ടല്ലോ. പിന്നെ മല്ലിപ്പൊടി ഇതാ ഒരു 1.5 ടീസ്പൂണിന്റെ അടുത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതാ മഞ്ഞപ്പൊടി എന്താ ഒരു 1/4 ടീസ്പൂണേക്കാളും ഒരു തുണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മളിത് ഇതിലിട്ട് വഴറ്റ ഒന്നും ചെയ്യില്ല, എല്ലാം നേരിട്ടിട്ടാണ്. എന്നിട്ടിതാ നമ്മള് 2-ാം പാല് 3 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിതാ 2-ാം പാൽ എടുത്തിട്ടുള്ളത്. അതായത് ഒരു 3/4 മുറി നാളികേരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലാണ് ഈ 2-ാം പാലും 3-ാം പാലും ഉപയോഗിച്ചാണ് നമ്മൾ ഈ 2-ാം പാലിനകത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്നത് കേട്ടാ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. നമുക്കൊന്ന് തള വരുന്ന സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ചേക്കാം കേട്ടാ. അപ്പോൾ തള വരട്ടെ. ഇതാ നോക്കിയേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ. ഉപ്പ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക്
മൂടി വെച്ച് തക്കാളിക്ക് നന്നായി വെന്ത് കിട്ടുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്കിട്ടല്ലോ ഇതാ മൂടി തുറന്ന് നോക്കാം. നോക്കിയാ നമ്മുടെ തക്കാളിക്ക് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ഒരു കറി. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഒന്നാം പാല് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. ഇനി ഒന്നും ചെയ്യില്ല, നമുക്കൊന്ന് താളിക്കുക മാത്രം വേണ്ട കേട്ടാ. കറി റെഡിയായി. പെട്ടെന്ന് തന്നെ വേഗം വെക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത്. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് താളിക്കാൻ വേണ്ടി നമ്മളിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ താളിക്കാനുള്ള അത്രയും മതി കേട്ടാ. ഇത്തിരി ഉള്ളി കൂടുതലൊക്കെ ഇട്ടിട്ട് താളിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും കേട്ടാ. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കിതാ ചുവന്നുള്ളി വട്ടത്തിൽ നുറുക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവട്ടെ കേട്ടാ. ഉള്ളി നോക്കിയേ ഇതേപോലെ കണ്ട നല്ലൊരു ഗോൾഡൻ കളർ വന്നു. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതാ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നോക്കിയേ നല്ല രസമുള്ള കണ്ട കറി കാണുമ്പോഴേ തന്നെ കണ്ട അധികം ചാറൊന്നും ഉണ്ടാവില്ല. അന്ന് അത്യാവശ്യത്തിന് ചാറും ഉണ്ട് കേട്ടാ. ഈ ഒരു കട്ടി മതി, നമുക്ക് ചോറിലൊക്കെ നന്നായിട്ട് കുഴച്ച് കഴിക്കാം. അപ്പൊ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായറിനെ വിളിച്ചു തരാം കേട്ടാ. ഷായറിന് ഇഷ്ടമുള്ള കറിയാണ്. ഷായറിന്റെ കറികൾ ഇന്നത് പ്രത്യേകത ഒന്നും ഇല്ലാട്ടോ, എല്ലാ കറിയോടും ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു കറിയോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൂടുതലായിട്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് വയ്ക്കുന്ന ഏത് കറി എനിക്ക് ഇഷ്ടം തന്നെയാ. ഇത് നോക്കിയേ കാണാനുള്ള ഒരു ഭംഗി, എന്താ രസം. നമ്മുടെ കാലത്ത് വെച്ച് ചീരക്കറി ആയിട്ട് എടുത്തോണേ, ചീരത്തോര കറിയല്ല. അടിപൊളിയാ. ഇതില്ലേ അത്ര സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന കറിയാട്ടാ. പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റും, അത്രക്ക് ഇഷ്ടാവും ചെയ്ത്. നോക്കിയേ സൂപ്പറല്ലേ. അപ്പൊ എല്ലാവരും ഇത് വെച്ച് നോക്കിയോളാം. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. പിന്നെ ചീരാര തോരന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാലേ ചീരത്തോരനില് നാളികേരം ചെരിയത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ആക്കുമ്പോഴല്ലേ ഭയങ്കര രസമാണ്. ചോറൊന്നും വേണമെന്നില്ല, ഇത് തന്നെ കഴിക്കാം. അപ്പൊ ഞങ്ങൾ ഇന്ന് ബൈ പറയണില്ല ചേട്ടാ, ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് പാലക്കാടേക്ക് പോവാണ്. അവിടെ കൽപ്പാത്തി രഥോത്സവം. അപ്പൊ മോനാണെങ്കിൽ കുറെ ദിവസമായി അന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങി വന്നോളന്ന്. പിന്നെ അവിടെ കുറെ ആൾക്കാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്ന് പോണ്ടേ, എന്തായാലും വൈകിട്ടാവും അവിടെ എത്തുമ്പോ. കാരണം നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നേരത്തെ വയ്യമ്മേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഇട്ട് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി അല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ അറിയാലോ. അപ്പൊ അതൊക്കെ ഒതുക്കി എന്തായാലും ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുമ്പോ എന്തായാലും ഇരുട്ടാവും. നേരത്തെ ഇറങ്ങാൻ നോക്കും. എന്തായാലും ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ബൈ പറയാം. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ പാലക്കാടേക്ക്, നമ്മുടെ കൽപ്പാത്തി രഥോത്സവം കാണാനായിട്ട്. ഭയങ്കര ത്രില്ലല്ലേ ഞാൻ ഇരിക്കണേ. എന്താണെന്ന് നേരിട്ട് കാണാനാണല്ലോ പോണത്. അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് പിടിക്കാൻ നോക്കാട്ടോ. പാലക്കാട് റൂട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാട്ടാ. അപ്പൊ ഇത് നമ്മുടെ കുതിരാൻ തുരങ്കത്തിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു പ്രത്യേക സുഖമുള്ള ഒരു യാത്ര തന്നെയാണ് കേട്ടാ. ഈ തുരങ്കത്തിൽ കൂടെ പോയിട്ട് തുരങ്കം കടക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേക ഒരു പ്രകൃതി ഭംഗി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ തന്നെ നോക്കിയോളൂ, നമ്മൾ ഈ കുതിരാൻ തുരങ്കം കടന്ന് പുറത്തേക്ക് കടക്കുമ്പോഴത്തെ ആ ഒരു പ്രത്യേക ഭംഗിയിട്ട് ശ്രദ്ധിച്ചിരുന്ന നമുക്കത് നന്നായിട്ട് മനസ്സിലാവും.
ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ഭംഗിയല്ലേ നമുക്ക് ആ തുരങ്കത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് കാണുമ്പോഴത്തെ ആ ഒരു ഭംഗി, ആ ആകാശത്തിന്റെ ഭംഗിയും ആ ഒരു പ്രകൃതിയുടെ ഭംഗി അത് നമുക്കൊന്നും പ്രത്യേകിച്ച് വർണ്ണിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അത്ര രസമാണ് ആ ഒരു കാഴ്ച കേട്ടാ. അങ്ങനെ നമ്മൾ ഇതാ കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി അവിടെ എത്തി. വണ്ടിയൊക്കെ നമ്മൾ ഒത്തിരി അകലെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ നടക്കണേ. അപ്പൊ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എന്റെ ഫാമിലി ഫ്രണ്ട് ശ്രീജിയും അവരുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടിയിട്ടാണ് നമ്മളിത് കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് രഥം കണ്ടു. അപ്പൊ കണ്ടപ്പോ ശരിക്കും എനിക്ക് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളൂ, അത് നേരിൽ കണ്ടപ്പോഴത്തെ എന്താ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒക്കെ നമുക്ക് പുതിയ അനുഭവങ്ങളാണല്ലോ. വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ നമുക്ക് അടുത്തേക്ക് എത്താട്ടാ. നന്നായിട്ട് ഞങ്ങൾ ആ തിരക്കിന്റെ ഇടയിൽ കൂടി അയാൾ ഞങ്ങളുടെ രഥത്തിന്റെ അടുത്തെത്തി ഫോട്ടോ ഒക്കെ എടുത്തു. അത് മാത്രല്ല ശ്രീജി ആണെങ്കിൽ എനിക്ക് അവൾക്ക് അറിയാവുന്ന രീതിയിൽ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നു ട്ടാ. കാരണം ഭയങ്കര പ്രത്യേകത നമുക്കതൊക്കെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഇത്ര അടുത്തേക്ക് എത്താൻ കഴിഞ്ഞല്ലോ ഭഗവാനെ, എന്തൊക്കെയോ ചിന്തകളൊക്കെയാണ് എനിക്ക് ആ സമയത്ത് പോയിരുന്നത്. ഞാനൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമുക്കിവിടെ ഇങ്ങനെ ഒരു ഉത്സവത്തിന് വരാൻ പറ്റുന്നത്. നമുക്കൊരു പാലക്കാട് ഷോപ്പുള്ള കാരണമാണ് ഇപ്പൊ നമ്മളിവിടെ എത്തിയത് തന്നെ കേട്ടാ. പിന്നെ നോക്കിയേ ഈ ചക്രത്തിനൊക്കെ തൊടാനും ഇത്രയും വലിയ തേര് വലിക്കാന്നൊക്കെ പറയുമ്പോ ആ ചക്രത്തിന് തന്നെ ഒരു പ്രത്യേക അനുഭവമൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ തേര് വലിക്കാൻ ഉപയോഗിക്കുന്ന കയറാണ് കേട്ടാ. ഈ കയറ് ആളുകൾ ഫ്രണ്ടിൽ നിന്ന് വലിക്കുന്നതാണ് പറയണേ. ബാക്കിൽ നിന്ന് ആന തള്ളി കൊടുക്കുന്നു. അങ്ങനെയാണ് അത്ര ഈ രഥം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾക്ക് രഥം വലിക്കണതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ചെന്നത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസമാണെങ്കിൽ അന്ന് പുലർച്ചെ 3 മണിക്കാണ് അത്ര രഥം വലിക്കുക. അപ്പൊ 5 രഥമാണ് ഉള്ളത് ഇവിടെ. മൂന്നാമത്തെ ദിവസമാണെങ്കിൽ 5 രഥങ്ങളും ഒരുമിച്ച് ഇങ്ങനെ കൂടിച്ചേരുന്നാണ് പറയണത്. അപ്പൊ അതും നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും അടുത്ത് നിന്ന് എനിക്ക് എല്ലാം മനസ്സിലാക്കാനും തൊടാനും ഒക്കെ കഴിഞ്ഞു. വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ നമ്മുടെ യൂണിക് ഫാമിലിയിലത്തെ ഒരു ഫാമിലിനെ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാനൊക്കെ പറ്റി. അങ്ങനെ അവരോട് സംസാരിച്ചു. അത് മാത്രല്ല വേറെ കുറച്ച് പേരൊക്കെ ഞാൻ കണ്ടു. എല്ലാവരും എനിക്ക് പെട്ടെന്ന് തിരക്കിൽ വീഡിയോ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അത് വളരെയധികം വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും എന്താ പറയാ, അതും വളരെ സന്തോഷം നമ്മുടെ ആളുകളെ അവിടെ വെച്ച് കാണാൻ പറ്റാന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങളത് ഒരുവിധത്തിൽ കുറേ സമയം അവിടെ നിന്ന് അതിന് ശേഷം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പൊ മടങ്ങി വരുമ്പോ എന്തെങ്കിലും ഒരു ഓർമ്മ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഇഷ്ടം തോന്നിയത് നമ്മുടെ ചട്ടിയാണ് കേട്ടാ. അപ്പൊ ചട്ടിക്ക് അധികം റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കയ്യിലുള്ള ചട്ടിക്ക് 200 രൂപ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചട്ടിയൊക്കെ മേടിച്ചു നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടാ. അങ്ങനെ ഇതാ വീണ്ടും നമ്മുടെ തിരിച്ചുള്ള നമ്മുടെ തുരങ്കം കടന്നു പോരാണ്. എന്താ പറയാ, നല്ല ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള ഒരു മടക്കം തന്നെയായിരുന്നു. രഥം വലിക്കുന്നത് കാണാൻ പറ്റില്ല എന്നുള്ളു, പക്ഷെ എല്ലാം നന്നായി ആസ്വദിക്കാൻ പറ്റിയല്ലോ. അപ്പൊ നമ്മളിതാ വീട്ടിലെത്തിയപ്പോ 12:30 പിന്നെ നോക്കിയാൽ നമ്മുടെ ടൈസിന് അമ്പലത്തൊക്കെ നമ്മുടെ വീട്ടിൽ ഭയങ്കര വർത്താനാണ്. പ്രത്യേക സൗണ്ടൊക്കെ എടുക്കവര്. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം കേട്ടോ.